ഡിഗ്രി കഴിഞ്ഞ ശേഷം പലർക്കും ജീവിതം പെട്ടെന്ന് ബ്ലാങ്കായിട്ട് പോയ പോലെ തോന്നും. ഇനി എന്ത് ചെയ്യണം? എൻ്റെ ഫ്യൂച്ചർ എന്താകും? എനിക്ക് ശരിയായ വഴി ഏതാണ്? ഇങ്ങനെ ചിന്തിച്ച് രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. സമൂഹം നമ്മളോട് എപ്പോഴും ചോദിക്കും, ജോലി കിട്ടിയോ? ഇനി എന്താണ് പ്ലാന്? അവൻ സെറ്റിലായി, നീ എപ്പോഴാണ്? പക്ഷെ ആരും ചോദിക്കാറില്ല നിനക്ക് സമാധാനമുണ്ടോ എന്ന്, അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടോ എന്നൊന്നും ആരും ചോദിക്കാറില്ല. ഡിഗ്രി കഴിഞ്ഞ ശേഷം കൺഫ്യൂഷൻ തോന്നുന്നത് നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ലക്ഷണമല്ല, നിങ്ങൾ നിങ്ങളുടെ വഴി അന്വേഷിക്കുകയാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും കമ്പാരിസൺ ഭയങ്കരമായിട്ട് നമ്മളെ ഇതിൽ ബാധിക്കും. ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ നമ്മുടെ ജീവിതം പിന്നിൽ പോയ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഓർക്കുക, ഓരോരുത്തർക്കും ജീവിതത്തിൽ വ്യത്യസ്ത ടൈമിംഗ് ആണ്. ചിലർ പെട്ടെന്ന് വിജയിക്കും, മറ്റു ചിലർ വൈകി വിജയിക്കും. പക്ഷേ വൈകി വരുന്ന വിജയം പലപ്പോഴും കൂടുതൽ ശക്തമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനിലാണോ? കരയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും ശരിയാകുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? അത് ഓക്കെയാണ്. ജീവിതത്തിൽ ഡയറക്ഷൻ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ പല വലിയ വിജയങ്ങളുടെയും തുടക്കമാണ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് നിർത്തുക, നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക, ചെറിയ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങുക, ഒരു സ്കില്ല് പഠിക്കുക, ഒരു പാഷൻ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഒരു ചെറിയ തുടക്കം പോലും നിങ്ങളുടെ ഫ്യൂച്ചർ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ സ്റ്റോറി ഇപ്പോഴും എഴുതപ്പെടുകയാണ്. ഇന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ ജീവിതം തന്നെ മറ്റൊരാൾക്ക് മോട്ടിവേഷൻ ആകും. ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ ലേറ്റ് അല്ല, നിങ്ങൾ ലോസ്റ്റ് അല്ല, നിങ്ങൾ നിങ്ങളുടെ സമയത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ശാന്തമായി മുന്നോട്ട് പോവുക. ചെറിയ പ്രോഗ്രസ് പോലും പ്രോഗ്രസ് തന്നെയാണ്. ഒരു ദിവസം നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന സ്ട്രഗിൾസിന് നിങ്ങൾ നന്ദി പറയും. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല.